ദൈവമഹത്വത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. IMS ധ്യാന ഭവനത്തിൽ നിന്ന് നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹ ആശംസകൾ നേരുന്നു. ഹെൻറി എട്ടാമൻ രാജാവിൻ്റെ ചാൻസലർ കൂടിയായിരുന്ന കാർഡിനൽ വൂൾസി രാജാവിനോട് എന്നും കൂറും വിശ്വസ്തതയും പുലർത്തിയിരുന്നു. രാജാവിൻ്റെ ഭാര്യയായിരുന്ന കാതറീന് ആൺമക്കളില്ല എന്ന കാരണത്താൽ വിവാഹബന്ധം വേർപെടുത്തി. കൊട്ടാരം നർത്തകിയായ ആനി ബോളിയെ വിവാഹം കഴിക്കുവാൻ രാജാവ് ആഗ്രഹിച്ചു. എന്നാൽ അന്നത്തെ മാർപ്പാപ്പ ഇതിന് എതിരായിരുന്നു. വിവാഹബന്ധം വേർപെടുത്തി കൊടുക്കുവാൻ അദ്ദേഹം തയ്യാറായില്ല. ഈ അവസരത്തിൽ കാർഡിനൽ വൂൾസി രാജാവിനെ സഹായിക്കാമെന്ന് വാക്കുകൊടുത്തു. എന്നാൽ വൂൾസിക്ക് രാജാവിനെ സഹായിക്കുവാൻ സാധിച്ചില്ല. കാരണം മാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. അതിനാൽ രാജാവിന് ഏറെ ദേഷ്യം കാർഡിനൽ വൂൾസിയോട് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ സമ്പത്തെല്ലാം കവർന്നെടുക്കുന്നു. രാജാവ് അദ്ദേഹത്തെ വെറുക്കുന്നതിലേക്ക് കടന്നു വരുന്നു. അദ്ദേഹത്തിൻ്റെ സ്ഥാനമാനങ്ങളെല്ലാം രാജാവ് തിരിച്ചെടുക്കുകയാണ് ചെയ്തത്. വിസ്താരത്തിനായി രാജകൊട്ടാരത്തിലേക്ക് പോകുന്ന വഴി വൃദ്ധനായ വൂൾസി വഴിയിൽ വീണു മരിച്ചു. മരിക്കുന്നതിന് മുമ്പ് ഹൃദയം നുറുങ്ങി അദ്ദേഹം പറഞ്ഞു, എൻ്റെ രാജാവിനെ സേവിക്കുന്നതിന് കാണിച്ചിടത്തോളം വിശ്വസ്തത എൻ്റെ ദൈവത്തെ സേവിക്കുന്നതിന് കാണിച്ചിരുന്നുവെങ്കിൽ അവിടുന്ന് എൻ്റെ വാർദ്ധക്യകാലത്ത് ഇതുപോലെ പരിത്യജിക്കുകയില്ലായിരുന്നു. ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നതിന് പകരം രാജാവിനെ പ്രീതിപ്പെടുത്തുവാൻ ഔത്സുക്യം കാണിച്ചതിന് എനിക്ക് കിട്ടിയ ന്യായമായ പ്രതിഫലമാണ് ഇത്. ദൈവഹിതം ആരായുവാനും ദൈവപ്രീതിക്കായി യജ്ഞിക്കുവാനും കടപ്പെട്ട നാം പലപ്പോഴും ഇവയ്ക്ക് വിസ്മരിച്ച് താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടി മനുഷ്യരെ പ്രീതിപ്പെടുത്തുവാൻ ഓടി നടക്കുന്ന വ്യക്തികളാണ്. ആ വിഫല ശ്രമത്തിൽ സത്യം പലപ്പോഴും ബലികഴിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അനശ്വരമായവ അവഗണിക്കപ്പെടുന്നതിലേക്ക് കടന്നു വരുന്നു. മറ്റുള്ളവരുടെ പ്രീതി സമ്പാദിക്കുവാനുള്ള ശ്രമത്തിൽ നാം ഉന്നം വയ്ക്കുന്ന ഐഹിക നേട്ടങ്ങളും ലൗകിക ബഹുമതികളും തന്നെയാണ് പലപ്പോഴും നമ്മുടെ ആത്മനാശത്തിന് വഴിയൊരുക്കുന്നത്. ദീപത്തെ ആശ്ലേഷിക്കാൻ ഒരുമ്പെടുന്ന ഈയാം പാറ്റയെ ദീപം തന്നെ നശിപ്പിക്കുന്നത് പോലെ ലൗകിക സുഖഭോഗങ്ങളിലുള്ള അമിതമായ ആസക്തി പലപ്പോഴും നമ്മുടെ നാശത്തിന് കാരണമാകുന്നു. വിശുദ്ധ പൗലോസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ഞാൻ എപ്പോഴും മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവനായിരുന്നുവെങ്കിൽ ക്രിസ്തുവിൻ്റെ ദാസൻ ആവുകയില്ലായിരുന്നു. ഗലാത്യക്കാർക്ക് എഴുതിക്കൊണ്ട് 1-ാമത്തെ അധ്യായത്തിൽ 10-ാമത്തെ തിരുവചനത്തിൽ പറയുന്നു. അതിനാൽ പ്രിയമുള്ളവരെ, നമുക്ക് ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നവരായി മാറാം. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരായി മാറാം. ദൈവത്തിൻ്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നതിനുള്ള കൃപ നമ്മുടെ അമ്മയായ IMS അമ്മ നമുക്ക് തരട്ടെ. അമ്മയുടെ മാധ്യസ്ഥം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ആമീൻ.